ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മത്തി അല്ലെങ്കിൽ സാർഡീൻ ഫ്രൈ ആയാലോ? വെറും മത്തിക്കറിയോ മത്തി ഫ്രൈയോ ഒന്നുമല്ല കേട്ടോ ഇന്നത്തെ വിഭവം ഒരു ഡയറ്റ് മത്തി ഫ്രൈ എങ്ങനെയാണെന്നല്ലേ വരൂ കാണിച്ചു തരാം. ഇപ്പോൾ മത്തിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ലുലുവിൽ ചെന്നപ്പോൾ ഇഷ്ടം പോലെ മത്തി. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് വാങ്ങിയാലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. എന്നാൽ അത് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്ത മത്തിയാണ് കേട്ടോ വാങ്ങിയത്. എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും കൂടി അതിൻ്റെ ചിതമ്പലും അതിൻ്റെ അഴുക്കും ഒക്കെ എടുത്ത് കളയണമല്ലോ. എന്നിട്ട് ലേശം കല്ലുപ്പിട്ട് നല്ലതുപോലെ തിരുമ്മി കഴുകുക. എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തട്ടിയപ്പോൾ ലേശം കൂടിപ്പോയി കേട്ടോ. ഇത്ര ഇല്ലേലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മത്തി ഒന്ന് വരഞ്ഞിട്ട് ഈ മസാല മത്തിയിൽ തേച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരു 1/2 അവർ അടച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മുടെ എയർ ഫ്രയർ എടുത്ത് അതിലെ സിലിക്കോൺ പാഡിൻ്റെ അകത്ത് ഞാനൊരു പേപ്പർ പാഡും കൂടി ഇടുന്നുണ്ട്. ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഇതിൻ്റെ അകത്ത് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മത്തികൾ ഒന്ന് നിരത്തി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി എല്ലാത്തിനെയും ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെക്കുക. നമ്മുടെ മത്തി ഫ്രൈ റെഡി. ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് കേട്ടോ. നമ്മൾ ചിലർക്കെങ്കിലും ഈ എയർ ഫ്രയറിനെ കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടല്ലേ. അതായത് ഇതിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് നമ്മുടെ ബോഡിക്ക് കൊള്ളില്ല എന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. നമ്മൾ എണ്ണയിൽ കുക്ക് ചെയ്യുന്ന ഫുഡിനെക്കാട്ടിലും എന്തുകൊണ്ടും ഹെൽത്തിയാണ് എയർ ഫ്രയറിൽ. അതായത് എണ്ണയിൽ വറക്കുമ്പോൾ ടെമ്പറേച്ചറൊക്കെ മാറി അതിൽ അക്രിലമൈഡ്സ് എന്നൊരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. എയർ ഫ്രയറിലും ടെമ്പറേച്ചർ കറക്റ്റായി യൂസ് ചെയ്തില്ലെങ്കിൽ ഈ അക്രിലമൈഡ്സ് ഉണ്ടാകാം. പക്ഷേ ഈ എയർ ഫ്രയറിൽ ടെമ്പറേച്ചർ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. ഇപ്പോൾ മനസ്സിലായോ? കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ, ഞാനിവിടെ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ബ്രോക്കലിയും കൂടി എയർ ഫ്രയറിൽ കുക്ക് ചെയ്തു. എന്നിട്ട് എൻ്റെ സാലഡിലേക്ക് ഈ ബ്രോക്കലിയും പിന്നെ മത്തി ഫ്രൈയും ചേർത്ത് അങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു, എന്നാൽ ഹെൽത്തിയും. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഉറപ്പായും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുമല്ലോ അല്ലേ?